ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു ബ്രെഡ് സാൻഡ്വിച്ച് ആയാലോ? അപ്പോൾ മയണൈസൊന്നുമില്ലാതെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. ക്യാബേജൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയാക്കി കൊടുത്തു നോക്കൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിനേക്കായിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, പിന്നെ കുറച്ച് ക്യാബേജും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് വേവിച്ച ചിക്കനും കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ജസ്റ്റ് ഒന്ന് വാട്ടാൻ വേണ്ടി വെക്കാം. ഉള്ളി വേഗത്തിലൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റാൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ പേസ്റ്റ് തയ്യാറാക്കി വെച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടി ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അത് വഴണ്ട് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം, ക്യാരറ്റൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ പച്ചക്കറിയൊന്നും അങ്ങനെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ സാൻഡ്വിച്ച് ആക്കി കൊടുത്താൽ അവർക്ക് ഹെൽത്തി ആയിരിക്കും, വയറും ഫില്ലാകും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ടാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി അതിലേക്ക് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പോരാതെ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ആഡാക്കി കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ടയുടെ മിക്സ് ആക്കണം. അതിനായി ഒരു മുട്ടയും അല്പം പാലും ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് റൊട്ടിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മസാലയും ഇട്ട് കൊടുത്തിട്ട് മറ്റേ റൊട്ടിയിലും അതുപോലെ മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. അങ്ങനെ ബാക്കിയുള്ള റൊട്ടികളെല്ലാം മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് സാൻഡ്വിച്ച് മേക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പാനിലും ഇട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒന്നും ഓയിലും ബട്ടറും ഒന്നും ആഡാക്കുന്നില്ല. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ പാനിൽ ജസ്റ്റ് ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഹെൽത്തി വേയിലാണ് ഞാൻ ഈ ഒരു സാൻഡ്വിച്ച് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.